പാരീസിലെ ഈഫൽ ടവറിൻ്റെ സൈഡിലൂടെ അല്ലെങ്കിൽ ഈഫൽ ടവറിന് തൊട്ടടുത്തുള്ള സ്ട്രീറ്റ് വ്യൂ നൈറ്റിലുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ മക്കളെ, നമ്മളങ്ങനെ റൂമിൽ നിന്ന് ഫ്രഷായി നേരെ ഈഫൽ ടവറിൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെ കാണുന്നതാണ് ആ ഒരു ഗോൾഡൻ കളറിൽ ഇങ്ങനെ മിന്നിത്തിളങ്ങി നിൽക്കുന്നതാണ് നമ്മുടെ ഈഫൽ ടവർ. അപ്പോൾ എന്തായാലും ഇനി കുറച്ച് ഈഫൽ ടവറിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. നമ്മുടെ ചങ്കുകളെല്ലാവരും അവിടെ കണ്ട് എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പാരീസിലെ ഈഫൽ ടവറിൻ്റെ സൈഡിലൂടെ അല്ലെങ്കിൽ ഈഫൽ ടവറിന് തൊട്ടടുത്തുള്ള സ്ട്രീറ്റ് വ്യൂ നൈറ്റിലുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ആളുകൾ വണ്ടിയിൽ വന്ന് ഇറങ്ങുന്നതും ചെറിയ ചെറിയ ഓട്ടോറിക്ഷ സെറ്റപ്പിലുള്ള സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ സൈക്കിളുകൾ, ബഗ്ഗികൾ, ഒരുപാട് സെറ്റപ്പുണ്ട്. ആളുകളൊക്കെ ഫുള്ള് ആ ഒരു ഈഫൽ ടവർ ഉണ്ടല്ലേ റൈറ്റ് സൈഡിൽ, അത് ആസ്വദിച്ചിട്ട് ഇങ്ങനെ നടന്നു പോവാണ്. ഒരു വേറൊരു ഫീൽ തന്നെയാണ്. നോക്ക് മക്കളെ, നമ്മൾ അങ്ങനെ നടന്ന് ഈഫൽ ടവറിൻ്റെ താഴെ ഭാഗത്ത് തിരിഞ്ഞല്ലേ, നേരെ താഴത്താണ് ഈഫൽ ടവറിൻ്റെ. ഒരു രക്ഷയില്ല. ലൈറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ, ഭയങ്കരമായിട്ടുള്ളൊരു അട്രാക്ഷനാണ്. അതിന് മുകളിലേക്ക് കയറാൻ ടിക്കറ്റ് ഉണ്ട്. നമ്മളിപ്പോൾ വളരെ ലേറ്റ് ആയിട്ടുണ്ടൊന്നും കയറുന്നില്ല. പക്ഷേ അവിടെ നിന്നാണ് ഈഫൽ ടവർ എന്താണ് ഭയങ്കര എന്താണ് ലോകത്തിൻ്റെ മുമ്പിൽ വലിയൊരു സ്മാരകമായിട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും അവരെ ആങ്സൈറ്റി വിട്ടിട്ടില്ല. ആ സ്മാരകത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ ഉള്ളൊരു ഫീലിംഗ് എന്താ വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ്. ഈഫൽ ടവറിൻ്റെ താഴത്ത് ഇതാ വട്ടം ചുറ്റി നടക്കുകയാണ് ഞങ്ങള്. മക്കളെ, എന്താണെന്ന് വെച്ചാൽ കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ ഗൂഗിളിലും പിന്നെ പല ഇതിലും ഇങ്ങനെ മാത്രം കണ്ട് നടന്നിട്ടുള്ള സെറ്റപ്പാണ് നമ്മൾ. താങ്ക് യു. You are from here? Yeah. Marvelous. MashaAllah. Have a good trip in France. Thank you so much. Thank you very much. Bye. നല്ല 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 സ്വീകരണമാണ് നമുക്കിവിടെ ആളുകളെയൊക്കെ ഒന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തങ്കപ്പെട്ട മനസ്സുകളുള്ള ആളുകളാണ്. അപ്പോൾ റിയാസ് ഉണ്ട്. ഒരു രക്ഷയില്ല. ഈഫൽ ടവറിനെ പറ്റി ഒന്നും പറയാനില്ല. എന്തായാലും ഞങ്ങള് ശരിക്കും ഇത് ലേറ്റ് ആയതുകൊണ്ട് കാണാൻ പറ്റുമോ എന്നുള്ളൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും കുഴപ്പമില്ല, നമ്മൾ ലേറ്റ് ആയാലും നമുക്ക് കാണാൻ പറ്റി. അതിനെ നേരെ താഴേക്കൊക്കെ വന്ന് ആസ്വദിക്കാനൊക്കെ പറ്റി. വളരെ ഹാപ്പിയാണ്. ഇൻഷാ അല്ലാഹ് നാളെ രാവിലെ കുറച്ച് നേരത്തെ വന്നിട്ട് നമുക്ക് ഇതിൻ്റെ മോർണിംഗ് ആയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. ഇവിടെയൊക്കെ ഒരുപാട് പിന്നെ ഇതിൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്യാനുള്ളതും അതുപോലെ കഫേ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഫുള്ളൊരു ആംബിയൻസ് ഉള്ള സെറ്റപ്പാണ്. കുറേ ആളുകളാണ് വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. നാക്ക് സംഭവമാണ്. അപ്പം നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാൻസിലെ തെരു അപ്പൊ താരകപ്പെണ്ണാളെ കതിരാളും അപ്പോൾ ഇതാ ആക്ച്വലി ഈഫൽ ടവറിൻ്റെ താഴത്തിങ്ങനെ നിൽക്കുമ്പോൾ എനിക്കിതിനെ കണ്ടിട്ട് ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടെങ്കിലും ഇതിലേറെ കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു നിമിഷം നമ്മുടെ വൈഫ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. വേറൊന്നുമല്ല, അവളുടെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫേവറേറ്റ് പ്ലേസാണ് ഈഫൽ ടവർ. അത് എത്രയും കാലത്തിന് ശേഷം ആദ്യമായിട്ട് ഇതിൻ്റെ താഴെ വന്നിങ്ങനെ നിൽക്കുമ്പോഴേ ഒരു വല്ലാത്തൊരു മുഹബത്താണ് തോന്നുന്നത്. ഇൻഷാ അല്ലാഹ് ഒരിക്കൽ ഫാമിലി ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു.
Hi. How are you? I'm fine. എത്ര പറഞ്ഞ ലാസ്റ്റ്? എത്ര ലാസ്റ്റ് പറഞ്ഞ? 10. Yeah. What's your name? Ibrahim. Ibrahim. You are from? Senegal. Senegal. Okay. Nice to meet you, brother. Thank you. സബദാ മൂപ്പര് വിൽക്കുന്ന സാധനങ്ങളാണ് എനിക്ക് കാണുന്നത്. അപ്പോൾ നമ്മൾ ഏതായാലും ഒരെണ്ണം മേടിക്കുന്നുണ്ട്. ചെക്കന്മാരെല്ലാവരും കൂടിയായിട്ട് മേടിക്കുന്നുണ്ട്. നൈസ്, നല്ല ലൈറ്റൊക്കെയുള്ള ഈഫിൾ ടവറിൻ്റെ ഒരു സ്റ്റാച്ചു ആണ്. ഇവിടുന്ന് ഇങ്ങനെ നേരെ നിൽക്കുന്നത് ഒറിജിനൽ ഈഫിൾ ടവർ. അതുപോലെ തന്നെ ഇതിന് ലെഫ്റ്റ് സൈഡിൽ, അതായത് ഈഫിൾ ടവറിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ ചെറിയ ചെറിയ പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഏറ്റവും കൂടുതൽ ഇവിടെ കാണുന്നത് ഇതുപോലെ സ്ട്രീറ്റ് കച്ചവടക്കാരാണ്. ഈഫിൾ ടവറിൻ്റെ സ്റ്റാച്യൂസ്, അതുപോലെ പാരീസിൻ്റെ ബാഗുകൾ, തൊപ്പികൾ, ബലൂണ് കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. എന്തായാലും ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നമ്മുടെ നൗഷാദിക്ക, അതുപോലെ തന്നെ ജാസിന് ടീംസൊക്കെ കൂടെ ഇവിടെ വടായും പറഞ്ഞ് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഇവിടെ മറ്റൊരു പ്രത്യേകിച്ച് ഇവിടെയുള്ള ഈഫിൾ ടവറിൻ്റെ തൊട്ടടുത്തുള്ള സെൻറ്റർ ഒരു ട്രാഫിക് സിഗ്നലാണ്. ഓരോ ചെറിയ ചെറിയ മിനിറ്റിൽ വണ്ടികൾ പാസ് ചെയ്യാൻ, അതുപോലെ തന്നെ പെഡസ്ട്രിയൻ ക്രോസിംഗൊക്കെ ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. പല ഭാഗത്തേക്കുള്ള വണ്ടികളാണ് ഇതിലൂടെ ക്രോസ് ചെയ്യുന്നത്. എന്തായാലും നൈറ്റിൽ ഈ ഒരു ഭാഗത്തുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് വേറൊരു വൈബാണ്. അപ്പോൾ അതാ ഈഫിൾ ടവറിൽ ഇടക്കിടക്ക് ഇതുപോലെ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ലൈറ്റിങ് പിന്നുണ്ട്. നിങ്ങളിപ്പോൾ നേരത്തെ നൈറ്റ് വില ഇപ്പോൾ ക്ലോസ് ചെയ്യും. പിന്നെ ഇത്ര ടൈമേ ഉള്ളൂ. KFC മാത്രമാണോ മൊത്തം ഓൾറെഡി ഹോട്ടൽസ് ഒക്കെ ക്ലോസ് ചെയ്തു. ഇനിയിപ്പോൾ ഇത് മാത്രമേ ക്ലോസ് ചെയ്യാനുള്ളൂ. നടന്നു വരുത്തുമ്പോൾ ക്ലോസ് ആവുമോ? Even when you feel low, you can still go. Even when you feel slow, you can still go. Even when there's no hope, you can still go. I never answer to no, man, I still go. They said the game was over, yeah, and now they ain't said. But it's so hard, so you know we ain't playing. Gotta call a car for my niggas on the pen. It was on the front, you know what they slang. And all we ever wanted was some millions, nigga. അപ്പോൾ മക്കളെ, നമ്മളങ്ങനെ ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞ് ഇപ്പം ഇനി ഒരു ഫുഡ് അടിക്ക് വേണ്ടിയിട്ട് ഇതാ നമ്മൾ അവിടെ നിന്ന് വണ്ടി വിളിച്ചിട്ട് വന്ന് ടെസ്ലല്ലത് ടെസ്ല വിളിച്ചിട്ട് യൂബറിൻ്റെ അത് വിളിച്ചിട്ട് നമ്മൾ നേരെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾക്കിപ്പോൾ അതാ 2 ഓപ്ഷൻസാണ് ഉള്ളത്. ഒന്ന് KFC, അതല്ലെങ്കിൽ മെക്ഡൊണാൾഡ്സ്. അപ്പോൾ എന്താ അടിക്കണേ? KFC മെക്ഡോ? KFC അടിക്കല്ലേ? നടക്കി. അപ്പോൾ നമ്മളിത് അങ്ങനെ KFC ഓർഡർ ചെയ്തിട്ടുണ്ട്. KFC കൊണ്ട് നേരെ പോവാം. അപ്പോൾ അതാണ് നമ്മുടെ ഫ്രാൻസിലുള്ള KFC. ഫ്രാൻസിലുള്ള KFC കാണത്തുള്ളൂ, ഫ്രാൻസിലുള്ള KFC കണ്ടു. അപ്പോൾ മക്കളെ, നമ്മളിതാ പാരീസിലെ നൈറ്റ് പരിപാടികളൊക്കെ, നൈറ്റ് ഔട്ടിങ്ങും ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ നമ്മൾ റൂമിൽ പോയിട്ട് കിടന്നുറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തായാലും വളരെ കൂളായിട്ട് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു മൊമെൻറ്റ്സ് ആയിരുന്നു നമുക്കിവിടെ പാരീസിൽ ഉണ്ടായിരുന്നത്. കുറച്ച് സമയമുള്ളെങ്കിലും
മാക്സിമം നമ്മളെല്ലാവരും ടീംസൊക്കെ ആയിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അണ്ടിൽ ദൻ ഷമീർ അലി സൈനിങ് ഓഫ്.